തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ യുവതി മരിച്ചതിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് കുടുംബം. RDOയുടെ സാന്നിധ്യത്തിൽ നാളെ കരിക്കകം സ്വദേശി ശിവപ്രിയയുടെ പോസ്റ്റ്മോർട്ടം നടത്തും. ആശുപത്രിയിൽ നിന്നുണ്ടായ അണുബാധ കാരണമാണ് ശിവപ്രിയ മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. എന്നാൽ അണുബാധയുണ്ടായതിൽ വീഴ്ചയില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ശിവപ്രിയയുടെ മരണത്തിൽ ഉന്നതതല അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ശിവപ്രിയ ഇന്ന് മരിച്ചത്. കഴിഞ്ഞ മാസം 22-നായിരുന്നു SITയിൽ പ്രസവം. 25-ന് കുഞ്ഞുമായി വീട്ടിലേക്ക് മടങ്ങി. കടുത്ത പനിയെ തുടർന്ന് പിറ്റേ ദിവസം തിരികെ ആശുപത്രിയിലെത്തി. ആരോഗ്യനില വല്ലാതെ മോശമായതോടെ മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് മാറ്റി. രക്തപരിശോധനയിൽ അസിനെറ്റോബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. അണുബാധ കൂടിയതോടെ ആദ്യം ICUയിലേക്കും പിന്നീട് വെന്റിലേറ്ററിലേക്കും മാറ്റി. SIT ആശുപത്രിയിൽ വെച്ചാണ് അണുബാധ ഉണ്ടായതെന്ന് ശിവപ്രിയയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ഇവിടുന്ന് പോയപ്പോഴേ ചെറിയ പനി ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് അവള് പറഞ്ഞത്. അവര് കറക്റ്റാ നോക്കാതെ ഉള്ളൊന്നും പരിശോധിക്കാതെയാണ് വിട്ടതെന്ന് തോന്നുന്നു. ഇത് വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അസിനെറ്റോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഹോസ്പിറ്റൽ മുഖേന മാത്രം ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയയാണ്. മരണത്തിൽ പ്രതിഷേധിച്ച് ശിവപ്രിയയുടെ കുഞ്ഞുങ്ങളുമായി കുടുംബവും BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആശുപത്രിക്ക് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആശുപത്രിയിൽ നിന്നല്ല വീട്ടിൽ നിന്നാകാം അണുബാധയേറ്റതെന്നാണ് സൂപ്രണ്ടിന്റെ വാദം. പേഷ്യന്റിനെ ലേബർ റൂമിൽ നിന്ന് വാർഡിലോട്ട് മാറ്റി അടുത്ത 2 ദിവസം ഞങ്ങൾ എല്ലാവരും റൗണ്ട്സിന് പേഷ്യന്റിനെ കണ്ടിട്ടുണ്ട്. എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും, പിന്നെ ലോക്കലി നോക്കും, പാഡ് നമ്മൾ എടുത്തു നോക്കും, എല്ലാം ചെയ്തു. പനി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം നോർമൽ ആയതുകൊണ്ട് തന്നെയാണ് 3ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തത്. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം അന്വേഷണം നടത്താമെന്ന DMEയുടെ ഉറപ്പിലാണ് ബന്ധുക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഉന്നത സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം. മീഡിയ 1 തിരുവനന്തപുരം.